വികാസത്തിന്റെ കനൽ വഴികളിൽ താങ്ങായി സെന്റർ ഫോർ ഹാർബറിംഗ്. ദുബായ് കാത്തുസൂക്ഷിക്കുന്ന മാനവികതയുടെ വേറിട്ട മുഖമാണ്. സ്വപ്നങ്ങളുടെ വൻ നഗരമായ ദുബായിലേക്ക് വിമാനം കയറുമ്പോൾ ഓരോ പ്രവാസികളുടെയും കണ്ണുകളിൽ വരാനിരിക്കുന്ന നല്ല നാളുകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് തിളങ്ങുന്നത്. എന്നാൽ ജീവിതത്തിന്റെ കണക്കുകൂട്ടലുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ ആവണമെന്നുമില്ല. വിസ കാലാവധി കഴിഞ്ഞോ, സാമ്പത്തിക പ്രതിസന്ധികളിൽ പെട്ടോ, വഞ്ചിക്കപ്പെട്ടോ, അന്യനാട്ടിൽ നിയമപരമായ കുരുക്കുകളിൽ അകപ്പെടുന്നവർ നിരവധിയാണ്. സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ പോലും വഴിയില്ലാതെ, അഭയമില്ലാതെ തെരുവുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ വേദന വാക്കുകൾക്ക് അതീതവുമാണ്. അത്തരം ദുരിതക്കടലിൽ അകപ്പെടുന്ന പ്രവാസികൾക്ക് സുരക്ഷിതമായ പ്രകാശ ഗോപുരമായി മാറുകയാണ് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ അൽ അവീറിലുള്ള സെന്റർ ഫോർ ഹാർബറിംഗ്. വെറും ഒരു ഔദ്യോഗിക സർക്കാർ സംവിധാനത്തിനപ്പുറം ആരുടെയും തണലില്ലാതെ നിൽക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ തണൽമരമായി മാറിയ ഈ കേന്ദ്രം സാക്ഷ്യം വഹിക്കുന്നത് അന്തസ്സോടെയുള്ള മാനുഷിക പരിചരണത്തിനാണ്. ദുബായിയുടെ അതിവേഗ വികസന കാഴ്ചകൾക്കും അപ്പുറം കരുണയിലൂന്നിയ ഭരണ സംവിധാനത്തിന്റെ തെളിവാണ് അൽ അവീറിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം. വിസ നിയമലംഘനങ്ങൾ മൂലമോ മറ്റ് അപ്രതീക്ഷിത സാഹചര്യങ്ങൾ മൂലമോ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ സാധിക്കാത്ത പ്രവാസികളെ കേവലം കുറ്റവാളികളായല്ല, മറിച്ച് അടിയന്തര സഹായം അർഹിക്കുന്ന മനുഷ്യരായാണ് ദുബായ് ഭരണകൂടം കാണുന്നത്. GDRFA മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തന വൈശിഷ്ട്യവും വിശാലമായ സേവനങ്ങളും വിശദീകരിക്കപ്പെടുകയുണ്ടായി. നിയമ നടപടികൾ പൂർത്തിയാകുന്നതുവരെ പ്രതിസന്ധിയിലായ വ്യക്തികൾക്ക് സുരക്ഷിതമായ അഭയവും മാന്യമായ താമസ സൗകര്യവും ഉറപ്പാക്കുകയാണ് കേന്ദ്രത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ഒരു മനുഷ്യൻ അനാഥരാകുന്ന അവസ്ഥയിൽ അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുന്നു എന്നതാണ് സെന്റർ ഫോർ ഹാർബറിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രാഥമിക ശുചിത്വവും സുരക്ഷിതമായ താമസവും പോഷകാഹാരവും നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലും വലിയ ശ്രദ്ധ പുലർത്തുന്നുമുണ്ട്. പ്രത്യേക മെഡിക്കൽ ക്ലിനിക്കുകളിലൂടെ പ്രാഥമികാരോഗ്യ പരിശോധനകളും വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സയും ഇവിടെ ഉറപ്പാക്കുന്നു. ഇതിനു പുറമെ കടുത്ത മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് സാമൂഹികവും മാനുഷികവുമായ പിന്തുണ നൽകാനും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും ഇവിടെ പ്രത്യേക സംവിധാനങ്ങളുമുണ്ട്. വിനോദ പരിപാടികൾ, താമസവും ഭക്ഷണ വിതരണവും, ആവശ്യമായ യാത്രാരേഖകളും ഡിപ്പാർച്ചർ പെർമിറ്റുകളും ലഭ്യമാക്കൽ തുടങ്ങി 9ഓളം പ്രധാന സേവനങ്ങളാണ് ഇവിടെ നൽകി വരുന്നത്. സ്വന്തമായി വിമാന ടിക്കറ്റ് എടുക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് വിമാന കമ്പനികളുമായി സഹകരിച്ച് ടിക്കറ്റുകൾ ക്രമീകരിച്ച് നൽകുന്നതും യാത്രയ്ക്കുള്ള വാഹനം ഒരുക്കുന്നതും കേന്ദ്രത്തിന്റെ ഏകോപനത്തിൽ തന്നെയാണ് നടക്കുന്നത്. കേവലം അക്കങ്ങളിലും കണക്കുകളിലും ഒതുങ്ങുന്നതല്ല ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനമെന്ന് വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. സന്ദർശക വിസയിൽ ജോലി തേടി ദുബായിലെത്തുകയും പിന്നീട് ജോലി ലഭിക്കാതെയും താമസിക്കാൻ ഇടമില്ലാതെയും കുടുങ്ങിപ്പോയ ഒരു ആഫ്രിക്കൻ വനിതയുടെയും അവരുടെ പിഞ്ചു മകളുടെയും അനുഭവം ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. തെരുവിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന ആ അമ്മയും കുഞ്ഞിനെയും സെന്റർ ഫോർ ഹാർബറിംഗ് അധികൃതർ ഏറ്റെടുക്കുകയായിരുന്നു. അവർക്ക് സുരക്ഷിതമായ താമസ സൗകര്യവും അടിയന്തര ചികിത്സയും നൽകിയ ശേഷം യാത്രാരേഖകൾ വേഗത്തിൽ ലഭ്യമാക്കി അവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള വിമാന ടിക്കറ്റും നൽകി തിരികെ അയച്ചു. അപരിചിതമായ ഒരു നാടുകളിൽ ആരും തുണയില്ലാതെ ഭയന്നു വിറച്ച ഒരു കുഞ്ഞിനും അമ്മയ്ക്കും ഈ കേന്ദ്രം നൽകിയ ജീവന്റെ തണൽ ദുബായ് ഭരണകൂടം ഉയർത്തിപ്പിടിക്കുന്ന സഹിഷ്ണുതയുടെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രായോഗിക മാതൃകയാണ്. സെന്റർ ഫോർ ഹാർബറിംഗിന്റെ സേവന വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും പുതിയ കണക്കുകൾ പരിശോധിച്ചാൽ മതിയാകും. 2026 ആദ്യ 6 മാസത്തിൽ മാത്രം യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായ 11,696 പേർക്കാണ് ഈ കേന്ദ്രം തണലായത്. കൃത്യമായ ഏകോപനത്തിലൂടെ 11,696 വിമാന ടിക്കറ്റുകൾ സൗജന്യമായി ക്രമീകരിക്കാനും ഇവർക്ക് സാധിച്ചു. വിവിധ രാജ്യങ്ങളിലെ എംബസികളുമായും കോൺസുലേറ്റുകളുമായും നേരിട്ട് ബന്ധപ്പെട്ട് 4,568 പേർക്ക് പുതിയ യാത്രാരേഖകൾ ലഭ്യമാക്കി. ആരോഗ്യരംഗത്തും സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. 11,000-ലധികം ആളുകൾക്ക് പ്രാഥമിക ആരോഗ്യ പരിശോധനയും 1,906 പേർക്ക് വിദഗ്ധ മെഡിക്കൽ കൺസൾട്ടേഷനുകളും നൽകി. കൂടാതെ ഈ ചുരുങ്ങിയ കാലയളവിൽ 3,22,232 ഭക്ഷണപ്പൊതികളാണ് ഇവിടെ കഴിയുന്നവർക്കായി വിതരണം ചെയ്തത്. സാധാരണഗതിയിൽ വിസ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കടുത്ത ശിക്ഷാ നടപടികൾക്കോ കസ്റ്റഡിക്കോ വിധേയമാക്കുന്ന പരമ്പരാഗത രീതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ദുബായിയുടെ ഈ സമഗ്ര മാതൃക. ഒരു വ്യക്തി കേന്ദ്രത്തിലെത്തുന്ന നിമിഷം മുതൽ അവർ വിമാനത്തിൽ കയറി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നത് വരെ ഓരോ കേസും പ്രത്യേക പരിശീലനം ലഭിച്ച സംഘങ്ങളാണ് കൈകാര്യം ചെയ്തത്. വ്യക്തികളുടെ അന്തസ്സും അഭിമാനവും ചോദ്യം ചെയ്യപ്പെടാതെ അവരെ മാന്യമായി കൈകാര്യം ചെയ്യുക എന്നതിനാണ് ഇവിടെ പ്രഥമ പരിഗണന നൽകുന്നത്. ദുബായ് പോലീസ് ക്രിമിനൽ അഫയേഴ്സ് ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഹാരിബ് മുഹമ്മദ് അൽ ഷംസി, GDRFA അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽമാരായ മേജർ ജനറൽ ഖലഫ് അഹമ്മദ് അൽ ഗൈത്ത്, മേജർ ജനറൽ ഡോക്ടർ അലി ബിൻ അജിഫ് അൽ സാബി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള സാന്നിധ്യവും ഇടപെടലും ഈ കേന്ദ്രത്തിന് ഭരണകൂടം നൽകുന്ന പ്രാധാന്യമാണ് വെളിപ്പെടുത്തുന്നത്.
നഗരത്തിന്റെ തിളക്കത്തിനും ആഡംബരങ്ങൾക്കുമപ്പുറം മനുഷ്യത്വത്തിന്റെ അടിയൊഴുക്കുകൾ വറ്റാത്ത ഒരു നാടാണ് ദുബായ് എന്ന് തെളിയിക്കുകയാണ് അൽ അവീറിലെ ഈ സംവിധാനം. സ്വന്തം മാതൃരാജ്യത്തേക്ക് തിരികെ പോകാൻ വഴികൾ അടഞ്ഞു നിൽക്കുന്ന ഏതൊരു പ്രവാസിക്കും ഈ കേന്ദ്രത്തിന്റെ വാതിലുകൾ എന്നും തുറന്നു കിടക്കുന്നു. അപരിചിതമായ ലോകത്ത് ആരും ഒറ്റയ്ക്കല്ലെന്നും താങ്ങായി നിൽക്കാൻ ഒരു ഭരണകൂടം കൂടെയുണ്ടെന്നുമുള്ള വലിയ സന്ദേശമാണ് സെന്റർ ഫോർ ഹാർബറിംഗ് ലോകത്തിന് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.